നമസ്കാരം, ഞാൻ ശ്രുതി. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ലഞ്ചിനും നമുക്ക് മെയിൻ കറിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. മാക്സിമം ഒരു 15 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. 15 മിനിറ്റിനുള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയിട്ടുള്ള കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പലരും പല റെസിപ്പീസൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ തക്കാളി കറിയിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എടുത്തിരിക്കുന്നത് ഒരു 4 തക്കാളി കേട്ടോ, ഒരു ചെറിയ സൈസിൽ വരുന്ന 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊരു നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ്. പിന്നെ 2 ഇഞ്ചോളം വരുന്ന ഒരു മീഡിയത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ച് വെക്കാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിക്ക് എരിവ് കൊടുക്കുന്നത് പച്ചമുളക് കേട്ടോ. പച്ചമുളകാണ് നമ്മൾ കൂടുതൽ ഇതിന് എരിവിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ചട്ടിയിലാട്ടോ തക്കാളി കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നാടൻ കറി ആയതുകൊണ്ട് ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടുക. കടയിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ മല്ലിപ്പൊടി വാങ്ങുന്നതെന്ന് വെച്ചാൽ അതിന് മണമൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഒരു 3/4 ടീസ്പൂണൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നാടൻ തക്കാളി ആയതുകൊണ്ട് പുളിയൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിടാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുകയാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും മുളകൊക്കെ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളകിന് വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാം. ഇപ്പം ഞാൻ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം, വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ തക്കാളി അവിടെ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് പാലാക്കിയിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടില്ല, വെള്ളമൊക്കെ കുറച്ച് വെറ്റിയിട്ടുണ്ട്, തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാനായിട്ട് മറക്കരുത്. ഞാനിവിടെ ഒരു 3/4 കപ്പ് നാളികേരപ്പാലായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കരുത്. ഈ തള വന്നിട്ട് ജസ്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി റെഡിയാവും. ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇത് നമ്മൾ വിളമ്പണ സമയത്തൊന്ന് തുറന്നാൽ മതി. അപ്പം അത്രയും നേരം നമ്മൾ ലാസ്റ്റ് വെച്ചാൽ വെളിച്ചെണ്ണ മണമൊക്കെ കറിയിൽ തങ്ങിയിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണില്ലേ അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ അപ്പം തന്നെ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കാണാനും പറ്റും. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.